Good morning, all. Morning, sir. Good morning, sir. Good morning, sir. ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് ജോയിൻ ചെയ്യാൻ പറയാമോ? 20 പേരേ ഉള്ളൂ, 20 അല്ല 19 പേരേ ഉള്ളൂ. Yes, sir. തേർഡ് മോഡ്യൂളിലെ ബാക്കി 2 ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിച്ചായിരുന്നോ? 2 പ്രോബ്ലംസ് റെക്കോർഡ് ക്ലാസ് ആയിട്ട് തന്നായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അതിനകത്ത്? ഡൗട്ട്സ് ഉണ്ടോ തേർഡ് മോഡ്യൂളിലെ പ്രോബ്ലംസിൽ? 3 പ്രോബ്ലംസ് അത് പഠിച്ചാൽ മതി. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. So can we start? ഇപ്പോൾ തേർഡ് മോഡ്യൂളിൽ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ക്ലിയർ ചെയ്യാം, എന്നിട്ട് ഫോർത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ തേർഡ് മോഡ്യൂളിൽ 3 ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങളെ ചെയ്യിപ്പിച്ച്, ആ 3 ടൈപ്പ് പ്രോബ്ലംസ് മാത്രം പഠിച്ചാൽ മതി. അതിനകത്ത് എങ്ങനെ ലോഡിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അതിന് പോയിന്റോട് തരുന്നതോ അങ്ങനെയുള്ള ചേഞ്ചസ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ആ 3 ടൈപ്പ് പ്രോബ്ലംസ് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. അത് തേർഡ് മോഡ്യൂളിൽ നിന്ന് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ. ഇനി ഫോർത്ത് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ ഫോർത്ത് മോഡ്യൂളിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിറ്റർമിനേറ്റ് ബീംസ് ആണ്. എന്തായിരുന്നു ഒരു ഇൻഡിറ്റർമിനേറ്റ് ബീം എന്ന് വെച്ചാൽ? ജോയൽ ഫിലിപ്പ് തോമസ്, നമ്പർ 22. Yes, sir. എന്തായിരുന്നു ജോയൽ ഒരു ഇൻഡിറ്റർമിനേറ്റ് ബീം എന്ന് വെച്ചാൽ? കഴിഞ്ഞ തേർഡ് മോഡ്യൂൾ എടുക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ബീംസിനെ നമ്മൾ ഡിറ്റർമിനേറ്റ് ബീമും ഇൻഡിറ്റർമിനേറ്റ് ബീമുമായിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ബീംസ് ആണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3, 4, 5, 6 എല്ലാം ഇൻഡിറ്റർമിനേറ്റ് ബീംസ് ആണ്. എന്തായിരുന്നു ഡിറ്റർമിനേറ്റ് ബീമും ഇൻഡിറ്റർമിനേറ്റ് ബീമും തമ്മിലുള്ള വ്യത്യാസം? ജോയൽ ഓർക്കുന്നുണ്ടോ? ഇല്ല സർ. ഇല്ല. ജസ്ന പറഞ്ഞോ, ജോയൽ പറഞ്ഞോ. ഇല്ല സർ. Sir,
Difference between determinate beam and indeterminate beam. ഡിറ്റർമിനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് കുറെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇക്വേഷൻ വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ബീംസ് ആണ് ഡിറ്റർമിനേറ്റ് ബീം. ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ച് നമുക്ക് ആ ബീമിലുള്ള അൺനോൺ വാല്യൂസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിറ്റർമിനേറ്റ് ബീം. നമുക്ക് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉള്ളത്. സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആർ ഈക്വൽ ടു 0. Sum of all vertical forces are equal to 0, and sum of all moments are equal to 0. അപ്പോൾ ഈ 3 ഇക്വേഷൻ വെച്ച് നമുക്ക് തന്നിരിക്കുന്ന ബീമിന്റെ അൺനോൺ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഡിറ്റർമിനേറ്റ് ബീംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്തുള്ള അൺനോൺസ് 3 നമ്പർ ഓഫ് അൺനോൺസേ ഉണ്ടാവത്തുള്ളൂ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത്. മോർ ദാൻ 3 നമ്പർ ഓഫ് അൺനോൺസ് ബീമിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 3 ഇക്വേഷൻ വെച്ച് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ യൂസ് ചെയ്ത് അൺനോൺ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതാണ് ഇൻഡിറ്റർമിനേറ്റ് ബീം എന്ന് പറയുന്നത്. ഇൻഡിറ്റർമിനേറ്റ് ബീംസ്. സോ ബീംസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, ഡിറ്റർമിനേറ്റ് ബീം ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് ബീം. ഡിറ്റർമിനേറ്റ് ബീം എന്ന് പറയുമ്പോൾ ബീംസിനകത്തുള്ള അൺനോൺ വാല്യൂസ് നമുക്ക് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡീഷണൽ നമ്പർ ഓഫ് ഇക്വേഷൻസ്, ഇഫ് അതർ ദാൻ ഇക്വിലിബ്രിയം ഇക്വേഷൻ, അഡീഷണൽ നമ്പർ ഓഫ് ഇക്വേഷൻസ് വേണം നമുക്കൊരു ബീമിലെ അൺനോൺ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതാണ് ഇൻഡിറ്റർമിനേറ്റ് ബീം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഡീഷണൽ ഇക്വേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 3 മൊമെന്റ് ഇക്വേഷൻ ഓർ ക്ലെപ്രയോൺസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അൺനോൺ ഫോഴ്സസ് കൂടുതലായിരിക്കും. നമുക്ക് 3 നമ്പർ ഓഫ് അൺനോൺസ് ആയിരിക്കില്ല, അതിൽ കൂടുതൽ നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് നാലാമതൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. അതാണ് ക്ലെപ്രയോൺസ് തിയറം ഓർ 3 മൊമെന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ആ കൊടുത്തിരിക്കുന്ന ഫിഗർ നോക്കിക്കേ. സപ്പോർട്ട് എ എന്ത് ടൈപ്പ് സപ്പോർട്ടാ? സപ്പോർട്ട് എ നിങ്ങൾ ഒന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയുക. പേര് വിളിക്കണോ ഞാൻ എല്ലാവരെയും? സോ പ്ലീസ് കമന്റ്. സപ്പോർട്ട് എ എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് സപ്പോർട്ടാ? സപ്പോർട്ട് എ ആൻഡ് സി ഒരേ കണക്കുള്ള സപ്പോർട്ട്സ് ആണ്. റോളർ സപ്പോർട്ട് അല്ലേ? റോളർ സപ്പോർട്ട്. ഈ റോളർ സപ്പോർട്ടിനകത്ത് എത്ര നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് ഉണ്ട്? റോളർ സപ്പോർട്ടില് രണ്ടാണോ? അല്ല, റോളർ സപ്പോർട്ടിൽ ഒരു റിയാക്ഷനേ ഉള്ളൂ. റോളർ സപ്പോർട്ടിൽ ഒരെണ്ണേ ഉള്ളൂ. റോളർ സപ്പോർട്ടിൽ ഒരു റിയാക്ഷനേ ഉണ്ടാവുള്ളൂ. ഹിഞ്ചഡ് സപ്പോർട്ട് ആണെങ്കിലോ? ഹിഞ്ചഡ് സപ്പോർട്ടിൽ 2 റിയാക്ഷൻസ് ഉണ്ടാവും. ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ ടോട്ടൽ നമുക്ക് തന്നിരിക്കുന്ന ബീമിൽ എത്ര റിയാക്ഷൻസ് വന്നു? എയില് ഒരു റിയാക്ഷൻ, ബിയില് 2 റിയാക്ഷൻ, സിയില് ഒരു റിയാക്ഷൻ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സ് എത്ര വന്നു? അൺനോൺ ഫോഴ്സസ് 4. നമുക്കുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ എത്ര ഉണ്ടായുള്ളൂ? 3 ഉണ്ടായുള്ളൂ. സോ നമുക്ക് ഇതേ കണക്കൊരു ബീം സോൾവ് ചെയ്യാനായിട്ട് നാലാമതൊരു ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് ക്ലെപ്രയോൺസ് തിയറം ഓർ 3 മൊമെന്റ് ഇക്വേഷൻ. ഇനി ഈ ക്ലെപ്രയോൺസ് തിയറം അല്ലെങ്കിൽ 3 മൊമെന്റ് ഇക്വേഷന്റെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, നമുക്കതൊന്നും വേണ്ട. ജസ്റ്റ് ആ ഇക്വേഷൻ എന്താന്ന് മാത്രം പഠിച്ചിരിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ കാണാം, ഇത് എന്ത് ടൈപ്പ് ബീമാ? ഈ നമുക്ക് 3 സപ്പോർട്ടുള്ള ബീമിനൊക്കെ ഒരു പേര് പറയും. എന്തായിരുന്നു ആ ബീമിന്റെ പേര്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീംസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സിംപ്ലി സപ്പോർട്ടഡ് ബീം, കാന്റിലിവർ ബീം, പിന്നെ കഴിഞ്ഞ മോഡ്യൂൾ പ്രോപ്ഡ് കാന്റിലിവർ ബീം.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3 സപ്പോർട്ട്സ് ഒക്കെ, 2ൽ കൂടുതൽ സപ്പോർട്ട്സ് വരുന്ന ഒരു ബീമിന് ഒരു പേര് പറയും. എന്തായിരുന്നു അത് പേര്? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ, അറിയാവുന്ന. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീംസിനത് പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു ബീമില് 2ൽ കൂടുതൽ സപ്പോർട്ട്സ് വരുവാണെങ്കിൽ ആ ബീമിന് നമ്മളൊരു പേര് പറയും. കണ്ടിന്യൂസ് ബീം ആണ് സർ. കണ്ടിന്യൂസ് ബീം. സോ ഇതൊരു കണ്ടിന്യൂസ് ബീം ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ബീം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. സാധാരണ ഒരു ബീമിൽ എന്തുണ്ടാവും? 2 എൻഡിലും ഓരോ സപ്പോർട്ട്സ് ഉണ്ടാവും. ഒരു സൈഡിൽ മാത്രമേ സപ്പോർട്ട് ഉള്ളെങ്കിൽ അതിനെ കാന്റിലിവർ ബീം എന്നാ പറയുന്നത്. അപ്പോൾ 2ൽ കൂടുതൽ സപ്പോർട്ട്സ് ഒരു ബീമിൽ വരുവാണെങ്കിൽ അതാണ് കണ്ടിന്യൂസ് ബീം. അപ്പോൾ കണ്ടിന്യൂസ് ബീം സോൾവ് ചെയ്യാനാണ് നമ്മൾ യൂഷ്വലി ക്ലെപ്രയോൺസ് തിയറം അല്ലെങ്കിൽ 3 മൊമെന്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന ഫിഗർ നോക്കിക്കേ. ഇവിടെ ഈ സപ്പോർട്ട്സ് എല്ലാം ഒരേ ലെവലിലാണോ നിൽക്കുന്നത്? സപ്പോർട്ട്സ് ഒരേ ലെവലിലല്ല നിൽക്കുന്നത്. ശരിക്കും ഒറിജിനലി 3 സപ്പോർട്ട്സും ഒരേ ലെവലിലായിരുന്നു. പക്ഷേ ആ ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡിന്റെ എഫക്ട്, ലോഡ് ഞാൻ വരച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ലോഡിന്റെ എഫക്ട് കൊണ്ട് സപ്പോർട്ട്സ് സിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട്സ് അത് ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെയിറ്റ് ഒരു ബീമിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ സപ്പോർട്ടിനെ താങ്ങാൻ പറ്റാണ്ട് അതെന്ത് ചെയ്യുന്നു? താഴത്തേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. അതിനെ സിങ്കിങ് ഓഫ് സപ്പോർട്ട്സ് എന്നാ പറയുന്നത്. ഇപ്പൊ തന്നിരിക്കുന്ന ഫിഗറിൽ സപ്പോർട്ട് സിങ്ക് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സപ്പോർട്ടും ബി എന്ന് പറഞ്ഞ സപ്പോർട്ടും തമ്മിലൊരു ഹൈ ഡിഫറൻസ് ഉണ്ട്. അതാണ് എച്ച് എ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ബി എന്ന് പറഞ്ഞ സപ്പോർട്ടും സി എന്ന് പറഞ്ഞ സപ്പോർട്ടും തമ്മിൽ ഒരു ഹൈ ഡിഫറൻസ് ഉണ്ട്, ഒരു സിങ്കിങ് ഉണ്ട്. അതാണ് എച്ച് സി എന്ന് പറഞ്ഞ് ആ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി L1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് എ സപ്പോർട്ടും ബി സപ്പോർട്ടും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ലെങ്ത്. ബി സി മാർക്ക് ചെയ്തിരിക്കുന്നത് സപ്പോർട്ട് ബി ടു സപ്പോർട്ട് സി വരെയുള്ള ഹൊറിസോണ്ടൽ ലെങ്ത് L2. അപ്പോ HA, HC, L1, L2. ഈ സിങ്കിങ് ഓഫ് സപ്പോർട്ട്സ് എല്ലാ ക്വസ്റ്റ്യനകത്തും ഉണ്ടാകത്തില്ല. എപ്പോഴും സിങ്കിങ് വരില്ല. ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് ഒരു ബീം ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ സപ്പോർട്ട് സിങ്ക് ചെയ്യില്ല, സപ്പോർട്ട് സ്റ്റേബിൾ ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ചില കേസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സപ്പോർട്ട് സിങ്ക് ചെയ്യുള്ളൂ. ഇനി ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ എല്ലാവരും ഓർത്തിരിക്കണം, കുറച്ച് വലിയ ഇക്വേഷൻ ആണ്. അപ്പോ ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ ആണിത്, ഈ വലിയ ഇക്വേഷൻ. ഇതിങ്ങനെ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാം. ഇതിനൊരു ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഡയറക്റ്റ് ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ എന്താണ്, അതിന്റെ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. പിന്നെ പാർട്ട് എയില് ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ എഴുതാൻ അല്ലെങ്കിൽ ഡിഫൈൻ ക്ലെപ്രയോൺസ് തിയറം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 2 പേരും പഠിക്കണം. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സോൾവ് ദ കണ്ടിന്യൂസ് ബീം യൂസിങ് ക്ലെപ്രയോൺസ് തിയറം അല്ലെങ്കിൽ സോൾവ് ദ കണ്ടിന്യൂസ് ബീം ബൈ യൂസിങ് 3 മൊമെന്റ് തിയറം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 പേരും പഠിക്കണം ക്ലെപ്രയോൺസ് തിയറം ഓർ 3 മൊമെന്റ് ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ. MA into L1 by I1. MA എന്ന് വെച്ചാൽ എന്താ? മൊമെന്റ് അറ്റ് A. L1 എന്ന് പറയുമ്പോൾ A to B ലെങ്ത്. I എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ. I1 എന്ന് കൊടുക്കാൻ കാര്യം ഫസ്റ്റ് സ്പാനിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് I1. അതായത് A to B ഉള്ള സ്പാനിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് I1. പ്ലസ് 2MB. MB എന്ന് പറയുമ്പോൾ മൊമെന്റ് അറ്റ് B. B സപ്പോർട്ടിലെ മൊമെന്റ് ആണ് MB എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇൻറ്റു L1 ഡിവൈഡഡ് ബൈ I1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ I2 പ്ലസ് MC. MC എന്ന് പറഞ്ഞാൽ മൊമെന്റ് അറ്റ് C ഇൻറ്റു L2 ബൈ I2 ഇസ് ഈക്വൽ ടു മൈനസ് 6A1 ക്യാപിറ്റൽ A1 സ്മോൾ A1 ഡിവൈഡഡ് ബൈ I1 L1 എന്നാണ്. ഇതിനകത്ത് ക്യാപിറ്റൽ A1 എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ബീമില് ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ആണ് ക്യാപിറ്റൽ A1 എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. അപ്പൊ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ആണ് A1. ഇപ്പൊ A1 എന്ന് കൊടുക്കാൻ കാര്യം നമ്മൾ 2 പാർട്ടായിട്ടാണ് ഇതിനകത്ത് സോൾവ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ബീം, 2 സ്പാൻ കണ്ടിന്യൂസ് ബീം ആണ് തന്നിരിക്കുന്ന ഫിഗർ. ആ 2 സ്പാൻ കണ്ടിന്യൂസ് ബീമിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ AB എന്ന് പറഞ്ഞ പാർട്ടിന്റെ
മൊമെന്റ് ഓഫ് ബെൻഡിങ് മൊമെന്റിന്റെ ഏരിയ ആണ് ക്യാപിറ്റൽ A1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ സ്മോൾ എ എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ് ആണ് ഫ്രം സപ്പോർട്ട്സ്, ഡിവൈഡഡ് ബൈ I1 into L1 മൈനസ് 6 ക്യാപിറ്റൽ A2. ക്യാപിറ്റൽ A2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് പാർട്ട്, ബീമിന്റെ സെക്കൻഡ് പാർട്ട്, ബി മുതൽ സി വരെയുള്ള സെക്കൻഡ് പാർട്ടിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ആണ് ക്യാപിറ്റൽ A2. ഈ സ്മോൾ A2 എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് പാർട്ടിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ് ആണ് സ്മോൾ A2 ഡിവൈഡഡ് ബൈ I2 L2. I2 എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സെക്കൻഡ് സ്പാൻ, L2 എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് സെക്കൻഡ് സ്പാൻ, പ്ലസ് 6, ഇവിടെ ഈ മൈനസും പ്ലസും കറക്റ്റ് ആയിട്ട് തന്നെ ഇടണം, ഈ പ്ലസ് 6 EHA ഡിവൈഡഡ് ബൈ L1. E എന്ന് വെച്ചാൽ എന്തായിരുന്നു? യങ്സ് മോഡുലസ്. H സഫിക്സ് A എന്ന് വെച്ചാൽ ആ സിങ്കിങ്ങിന്റെ ഹൈറ്റ് ആണ്. A സപ്പോർട്ടും B സപ്പോർട്ടും തമ്മിലുള്ള ഹൈറ്റ് ആണ് HA. C സപ്പോർട്ടും B സപ്പോർട്ടും തമ്മിലുള്ള ഹൈറ്റ് ആണ് HC എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമുക്ക് ചില കേസിൽ സിങ്കിങ് ഓഫ് സപ്പോർട്ട്സ് ഉണ്ടാകത്തില്ല. സിങ്കിങ് ഓഫ് സപ്പോർട്ട്സ് ഇല്ല എങ്കിൽ നമുക്ക് ഈ ഇക്വേഷന്റെ ഈ ലാസ്റ്റ് 2 ടേം, റൈറ്റ് സൈഡിലുള്ള ലാസ്റ്റ് 2 ടേം എഴുതേണ്ട കാര്യമില്ല. സിങ്കിങ് ഓഫ് സപ്പോർട്ട്സ് ഉള്ള കേസിൽ മാത്രമേ ഈ ലാസ്റ്റ് 2 പാർട്ട്, ഇക്വേഷൻ ഈ ലാസ്റ്റ് 2 പാർട്ട് എഴുതേണ്ട കാര്യമുള്ളൂ. സോ അതാണ് ഈ പറയുന്നത്, ഇഫ് ദർ ഈസ് നോ സെറ്റിൽമെന്റ് ഓഫ് സപ്പോർട്ട് ഇക്വേഷൻ റെഡ്യൂസസ് ടു, അതായത് നമ്മുടെ ഇക്വേഷന്റെ ലാസ്റ്റ് 2 പാർട്ട് എഴുതിയിട്ടില്ല. ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. മൊമെന്റ് ഓഫ് ഈ ക്ലെപ്രോൺസ് തിയറത്തിന്റെ പ്രോബ്ലംസിനകത്ത് നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി ഈ മോഡ്യൂളിൽ, ക്ലെപ്രോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് നോക്കാം. സോ ഇതിന്റെ സ്റ്റെപ്സ്, നിങ്ങൾ ഈ സ്റ്റെപ്സ് പഠിക്കണം. ഈ സ്റ്റെപ്സും ചോദിക്കാറുണ്ട് എക്സാമിന് പാർട്ട് എയില്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രോ ദ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ ഡ്രോ ദ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പില് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നമ്മൾ ഇക്വേഷനകത്ത് ക്യാപിറ്റൽ A1 ക്യാപിറ്റൽ A2 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നില്ലേ? അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പില് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. സെക്കൻഡ് സ്റ്റെപ്പില് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പില് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇക്വേഷൻ ഫിഗർ വരയ്ക്കുക. ഡ്രോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഡ്രോ ദ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ നമുക്കൊരു 3 കേസിലുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണിത്. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് പാരബോള ആയിരിക്കും. പാരബോള, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് പാരബോളയാണ്. അതിന്റെ മാക്സിമം മൊമെന്റ് വാല്യൂ ആണ് WL² ഡിവൈഡഡ് ബൈ 8. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് പാരബോളയാണ്. ആ ബെൻഡിങ് മൊമെന്റിന്റെ മാക്സിമം വാല്യൂ WL² ഡിവൈഡഡ് ബൈ 8. W എന്ന് വെച്ചാൽ നമ്മുടെ ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ്, L എന്ന് വെച്ചാൽ ബീമിന്റെ സ്പാൻ ലെങ്ത് ഡിവൈഡഡ് ബൈ 8. അപ്പോ അതാണ് മാക്സിമം മൊമെന്റ്. അതാണ് M is equal to WL² by 8. മാക്സിമം മൊമെന്റ് മാത്രം എടുത്താൽ മതി. ഇനി ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഈ സിമ്പിൾ സപ്പോർട്ടിൽ വരുന്ന സിംപ്ലി സപ്പോർട്ടഡ് എൻഡില് മൊമെന്റ് 0 ആയിരിക്കും. അതും കൂടെ ഓർത്തിരിക്കുക. സിമ്പിൾ സപ്പോർട്ടഡ് എൻഡില് മൊമെന്റ് 0 ആണ്. ഇനി
നമുക്ക് എന്ത് വേണം? ഈ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം, ക്യാപിറ്റൽ എ. അപ്പൊ പാരബോളയുടെ ഏരിയയുടെ ഇക്വേഷൻ ആണ് 2/3 into base into height. 2/3 into base into height, where b stands for base of parabola and h stands for height of parabola. ഇപ്പൊ b എന്ന് വെച്ചാൽ പാരബോളയുടെ ബേസും h എന്ന് പറയുന്നത് പാരബോളയുടെ ഹൈറ്റും ആണ്. സോ ക്യാപിറ്റൽ A stands for area of bending moment diagram. ഇനി സ്മോൾ a എന്ന് വെച്ചാൽ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ഈ എഴുതിയേക്കുന്ന വാല്യൂ തെറ്റാണ്. A1 is equal to 2/3 into b h എന്ന് എഴുതിയേക്കുന്ന വാല്യൂ തെറ്റാണ്. അപ്പോ ഇതെന്താണ്? ഒരു സിമെട്രിക് പാരബോള ആയിരിക്കും കിട്ടുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഫുൾ സ്പാനിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും? ആ പാരബോള എന്ന് പറയുന്നത് ഒരു സിമെട്രിക് പാരബോള ആയിരിക്കും. അപ്പൊ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് പാരബോളയുടെ എക്സാക്ട് സെന്റർ ആയിരിക്കും. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ആ ബോഡിയുടെ വെയിറ്റ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇപ്പോൾ സിമെട്രിക്കൽ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ സിമെട്രിക്കൽ സ്ട്രക്ചേഴ്സിന്റെ സെന്ററിലാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പൊ ഇതൊരു പാരബോള, സിമെട്രിക് പാരബോള ആയതുകൊണ്ട് അതിന്റെ സെന്ററിലാണ് എന്ത് വരുന്നത്? അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം അതിന്റെ മാക്സിമം മൊമെന്റ് വാല്യൂ പഠിക്കുക, WL² divided by 8. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ പറയുക. ഏരിയ എന്ന് വെച്ചാൽ 2/3 into base into height. B എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പാനിന്റെ ലെങ്ത് കൊടുക്കുക. H എന്ന് പറയുമ്പോൾ ഈ മാക്സിമം മൊമെന്റ് വാല്യൂ. അപ്പൊ Hന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? WL² by 8 കൊടുക്കുക. ബിയുടെ സ്ഥാനത്ത് L എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. ഇനി അടുത്ത കേസ് ആണ് a simply supported beam carrying point load at center. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമില് സെന്ററിലാണ്, ബീമിന്റെ എക്സാക്ട് സെന്ററിലാണ് എന്ത് അപ്ലൈ ചെയ്യുന്നത്? ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണ്. അതാണ്ട് ട്രയാങ്കുലർ ഷേപ്പ് ആണ്. ആൻഡ് ദ മാക്സിമം മൊമെന്റ് ഈസ് മാക്സിമം മൊമെന്റ് വരുന്നത് അതിന്റെ സെന്ററിൽ തന്നെയാണ്, അല്ലെങ്കിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിലാണ് മാക്സിമം മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ മാക്സിമം മൊമെന്റിന്റെ വാല്യൂ ആണ് WL divided by 4. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമില് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് ലോഡ് ഏത് പോയിന്റിലാണോ ആക്ട് ചെയ്യുന്നത് അവിടെയാണ് മാക്സിമം മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഈ കേസിലാണെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ എക്സാക്ട് സെന്ററിലാണ് പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എവിടെ വരും? ആ സെന്റർ പോയിന്റിലാണ് മാക്സിമം മൊമെന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സെന്റർ പോയിന്റിലാണ് മാക്സിമം മൊമെന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ മാക്സിമം മൊമെന്റിന്റെ വാല്യൂ ആണ് WL divided by 4. ഇനി എന്താണ്? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോ എന്താണ് എന്ന് പറയുന്നത്? നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ആണ്. അപ്പൊ B എന്ന് പറഞ്ഞെടുത്ത് കൊടുക്കുക, L എന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, H എന്ന് പറയുന്നിടത്ത് WL by 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി സ്മോൾ a എന്ന് വെച്ചാൽ എന്തായിരുന്നു? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സെൻട്രോയിഡ്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സെൻട്രോയിഡ് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം, ബിക്കോസ് ദ ഗിവൺ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഈസ് സിമെട്രിക്കൽ. അപ്പോ ലെങ്ത്തിന്റെ ഹാഫ്, അതാണ് L/2 എന്ന് കൊടുത്തിരിക്കുന്നത്. ലെങ്ത്തിന്റെ ഹാഫ് ആണ് അതിന്റെ ബെൻഡിങ് മൊമെന്റ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കേസ് ആണ് എക്സെൻട്രിക് പോയിന്റ് ലോഡിംഗ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ എക്സാക്ട് സെന്ററിൽ അല്ല പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പോയിന്റിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത് അവിടെയാണ് മാക്സിമം മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ a ഫ്രം സപ്പോർട്ട് C ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ b ഫ്രം സപ്പോർട്ട് D ആണ് W എന്ന് പറഞ്ഞ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലാണ് മാക്സിമം മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ മാക്സിമം മൊമെന്റിന്റെ വാല്യൂ ആണ് W into AB divided by L എന്ന് പറയുന്നത്. മാക്സിമം മൊമെന്റ് വാല്യൂ, മാക്സിമം മൊമെന്റ് മാത്രം പഠിച്ചാൽ മതി. മാക്സിമം മൊമെന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ W into AB divided by L. ഇനി എന്ത് വേണം? സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. ഇതൊരു അൺസിമെട്രിക്കൽ ആണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. അപ്പൊ അൺസിമെട്രിക്കൽ ആയതുകൊണ്ട് നമുക്ക് ആ പോയിന്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോ ഈ AD എന്ന് പറഞ്ഞു കൊടുക്കാൻ കാര്യം A suffix D എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഫ്രം സപ്പോർട്ട് D.
സപ്പോർട്ട് ഡി എന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള ഡിസ്റ്റൻസ് ആണ് എ സ്മോൾ ഡി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/3 ഇൻറ്റു ബി പ്ലസ് എൽ. അപ്പൊ എ ഡി ആണെങ്കിൽ എന്ത് ചെയ്യുക, ഡി എന്ന് നമ്മുടെ പോയിന്റോടുള്ള ഡിസ്റ്റൻസ് ആണ് ബി, അത് കൺസിഡർ ചെയ്യുക. അപ്പോൾ എ ഡി 1/3 ഇൻറ്റു ബി പ്ലസ് എൽ. ഓർ എ സി എടുക്കുവാണെങ്കിൽ എ സഫിക്സ് സി, സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 1/3 ഇൻറ്റു എ പ്ലസ് എൽ, 1/3 ഇൻറ്റു എ പ്ലസ് എൽ. സോ ഇത്രയും ഇക്വേഷൻസ് ഈ 3 കേസും കൂടി പഠിക്കുക. അപ്പോൾ അതിന്റെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ മൊമെന്റ് വാല്യൂ, ഏരിയ വാല്യൂ, സെൻട്രോയിഡ്. ഇപ്പോൾ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്മൾ വരയ്ക്കുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം സിമെട്രിക്കൽ ആണെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ലെങ്ത്തിന്റെ എക്സാക്ട് ഹാഫ് ആയിരിക്കും. ഇപ്പോ അൺസിമെട്രിക്കൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ, അൺസിമെട്രിക്കൽ ആയിട്ട് വരുന്ന ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ. സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് എക്സെൻട്രിക് പോയിന്റ് ലോഡിംഗ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പഠിക്കുക, 1/3 ഇൻറ്റു ബി പ്ലസ് എൽ ഓർ 1/3 ഇൻറ്റു എ പ്ലസ് എൽ. നിങ്ങൾക്ക് ഏതാണോ എടുക്കാൻ എളുപ്പം അത് എടുക്കുക പ്രോബ്ലത്തിൽ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത്രയും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഇനി ഇതിന്റെ പ്രോബ്ലംസ് ആണ്. പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ എങ്കിൽ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ABC ഷോൺ ഇൻ ഫിഗർ using 3 moment equation and draw shear force diagram and bending moment diagram. Flexural rigidity EI is constant throughout. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് സെറ്റിൽമെന്റ് ഓഫ് സപ്പോർട്ട്സ് ഒന്നുമില്ല. ABC എന്ന് പറഞ്ഞ 3 സപ്പോർട്ട് നോക്കിക്കേ, അത് 3ഉം ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് ആ HA HB വരുന്ന ആ പോർഷൻസ് എടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഈ തന്നിരിക്കുന്ന ഫിഗർ നോക്കിയാൽ തന്നെ കാണാം ABC എന്ന് പറഞ്ഞ 3 സപ്പോർട്ടും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. സെറ്റിൽമെന്റ് ഓഫ് സപ്പോർട്ട്സ് ഉള്ളതായിട്ടൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എന്ത് വരയ്ക്കാനായിരുന്നു ആദ്യം പറഞ്ഞത്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പോ നമുക്ക് തന്നിരിക്കുന്ന ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം? നമുക്ക് ഇതിനെ ഈ തന്നിരിക്കുന്ന കണ്ടിന്യൂസ് ബീമിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. AB എന്നൊരു പാർട്ടും BC എന്ന അടുത്ത പാർട്ടും. AB ഒരു പാർട്ട്, BC അടുത്ത പാർട്ട്. അപ്പോ AB എന്ന് പറഞ്ഞ പാർട്ട് എടുക്കുമ്പോൾ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് വരും. ഇനി BC എന്ന് പറഞ്ഞ പാർട്ട് എടുക്കുമ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് വരും. ഞാൻ വരച്ച് കാണിക്കാം, നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഇതാണ് നമുക്ക് A സപ്പോർട്ട് AB. ഇനി അടുത്തതായിട്ട് വരയ്ക്കുക BC എന്നും പറഞ്ഞു. BC ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് 40 kN/m. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്.
അപ്പൊ ഇതെന്തായി? എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായി. സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആകുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എങ്ങനെ വരുന്നത്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും? എന്തായിരുന്നു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ്? പരബോള. പാരബോള. അപ്പോ എ ബിയുടെ ഷേപ്പ് പാരബോള. അപ്പോ അതിന്റെ മാക്സിമം മൊമെന്റ് വാല്യൂ എന്താ വരുന്നത്? ഈ പോയിന്റ് ആണെന്ന് വിചാരിക്കാം. മാക്സിമം മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മാക്സിമം മൊമെന്റ് WL²/8. WL² ഡിവൈഡഡ് ബൈ 8. നമുക്ക് തന്നിരിക്കുന്ന ഡബ്ല്യുവിന്റെ വാല്യൂ എത്രയായിരുന്നു? 40 ആയിരുന്നു. ഈ ലോഡിന്റെ വാല്യൂ 40. എ ബി ലെങ്ത് 6 മീറ്റർ. അപ്പൊ 40 × 6² ഡിവൈഡഡ് ബൈ 8 എന്ത് വരും ആൻസർ? അതാണ് മാക്സിമം മൊമെന്റ്. മാക്സിമം മൊമെന്റ് WL²/8. W 40, L 60. അപ്പോൾ 40 × 6² ഡിവൈഡഡ് ബൈ 8 എത്ര വരും ആൻസർ? (40 × 6² ഡിവൈഡഡ് ബൈ 8). 180 യൂണിറ്റ് എന്താ കൊടുക്കണ്ടേ? 180 ഫോഴ്സിന്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ ആണ് ക്വസ്റ്റിനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 180 40 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ പാർട്ടിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചു. ഇനി ബി സി എന്ന് പറഞ്ഞ പാർട്ട് നോക്കിക്കേ. ബി സി എന്താണ്? രണ്ടിലും സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എങ്ങനെ വരും? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് പാരബോള തന്നെയാണ്. ഇനി ഇതിന്റെ മാക്സിമം മൊമെന്റ് വാല്യൂ പറഞ്ഞേ. മാക്സിമം മൊമെന്റ് വാല്യൂ എത്ര വരും? മാക്സിമം മൊമെന്റ് WL²/8 ആണ്. അപ്പോൾ ഡബ്ല്യുവിന്റെ വാല്യൂ 40, എല്ലിന്റെ വാല്യൂ 8. ബി മുതൽ സി വരെയുള്ള സ്പാൻ ലെങ്ത് 8 ആണ്. അപ്പൊ 40 × 8² ഡിവൈഡഡ് ബൈ 8. ആൻസർ 320 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് ചെയ്തു? ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചു. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം മനസ്സിലായോ എല്ലാവർക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പില്? അപ്പോ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ BMD. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ത് ഷേപ്പ് ആണ്? പാരബോളയാണ്. അപ്പൊ എന്ത് ചെയ്യാം? പാരബോളയുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന് പാരബോളയുടെ ഏരിയയുടെ ഇക്വേഷൻ ഇത് A1. അപ്പോ ഇതെന്താ? ഫസ്റ്റ് പാരബോളയുടെ ഏരിയ ഇക്വേഷൻ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? പാരബോളയുടെ ഏരിയയുടെ ഇക്വേഷൻ 2/3 into base into height. അപ്പോ എന്ത് വരും? 2/3 into ഫസ്റ്റ് പാരബോള ആകുമ്പോൾ അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. സോ ദാറ്റ് ഈസ് 6 meters. ഹൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം മൊമെന്റ് വാല്യൂ ആണ് 180. അപ്പൊ 2/3 into 6 into 180. ആൻസർ 2/3 into 6 into 180. ആൻസർ എന്ത് വരും? 720 കിലോ ന്യൂട്ടൺ 720 മീറ്റർ സ്ക്വയർ. ഏരിയ ആണ് 720 മീറ്റർ സ്ക്വയർ. ഇനി A2 എന്ത് വരും എന്ന് പറഞ്ഞേ? A2 സെക്കൻഡ് പാരബോളയുടെ ഏരിയ. A2 is equal to 2/3 into base into height. 2/3 into 8 into 320. Answer 1706.67 meter square. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്.
എല്ലാവർക്കും മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും. സെക്കൻഡ് സ്റ്റെപ്പിനകത്താണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരബോളുടെ ഏരിയ 720 മീറ്റർ സ്ക്വയർ, സെക്കൻഡ് പാരബോളുടെ ഏരിയ 1706.67 മീറ്റർ സ്ക്വയർ. ഇനി തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാനായിരുന്നു പറഞ്ഞത്? തിയറം അപ്ലൈ ചെയ്യാൻ. തിയറം അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ എഴുതുക എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ക്ലെപ്രയോൺസ് തിയറം അല്ലെങ്കിൽ 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഇക്വേഷനകത്തുള്ള ലാസ്റ്റ് 2 പാർട്ട് കൺസിഡർ ചെയ്യേണ്ട, അതായത് എച്ച് എയും എച്ച് സിയും ബിയും വരുന്ന പോർഷൻ. നമുക്ക് സെറ്റിൽമെന്റ് ഓഫ് സപ്പോർട്ട്സ് ഇല്ല, അപ്പൊ സെറ്റിൽമെന്റ് ഓഫ് സപ്പോർട്ട്സ് ഇല്ലാത്ത പോർഷൻ മാത്രം എഴുതിയാൽ മതി. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷനകത്ത് എച്ച് എയും എച്ച് ബിയും. ഈ പാർട്ട് നമുക്ക് ആവശ്യമില്ല, ബിക്കോസ് നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്തുള്ള സപ്പോർട്ട് സെറ്റിൽമെന്റ്സ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഈ എച്ച് എയും എച്ച് ബിയുടെയും വാല്യൂ 0 ആണ്. ഈ ബാക്കിയുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് എ എന്ന് പറഞ്ഞ സപ്പോർട്ടും സി എന്ന് പറഞ്ഞ സപ്പോർട്ടും, ഫിഗർ കാണിക്കാം, എ സപ്പോർട്ടും ബി സപ്പോർട്ടും സി സപ്പോർട്ടും ഉണ്ട്. അതിനകത്ത് എൻഡ് സപ്പോർട്ട് നോക്കിക്കേ. എൻഡ് സപ്പോർട്ട് എന്താണ്? ഹിഞ്ചഡ് സപ്പോർട്ട് ആണ്. സി എന്ന് പറഞ്ഞത് എന്താണ്? ഒരു റോളർ സപ്പോർട്ട് ആണ്. അപ്പോ ഈ ഹിഞ്ചഡ് സപ്പോർട്ടിലും റോളർ സപ്പോർട്ടിലും മൊമെന്റ് വല്ലതും ഡെവലപ്പ് ചെയ്യോ? ഹിഞ്ചഡ് സപ്പോർട്ടിലും റോളർ സപ്പോർട്ടിലും, അതായത് എൻഡ് സപ്പോർട്ട് നോക്കുക, നമുക്ക് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്ന ഏത് സപ്പോർട്ടിലായിരുന്നു എന്ന് പറഞ്ഞാലും മതി. മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സപ്പോർട്ടിലാണ്? മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്ന ഏത് സപ്പോർട്ടിലാണ്? ഫിക്സഡ് സപ്പോർട്ടിൽ മാത്രമേ മൊമെന്റ് വരത്തുള്ളൂ. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ബീമിനകത്ത് എ എന്ന് പറഞ്ഞ സപ്പോർട്ടും സി എന്ന് പറഞ്ഞ സപ്പോർട്ടും എന്താണ്? എ എന്ന് പറഞ്ഞ സപ്പോർട്ട് ഹിഞ്ചഡ് സപ്പോർട്ടാണ്. ഹിഞ്ചഡ് സപ്പോർട്ടിൽ മൊമെന്റ് ഒന്നും വരത്തില്ല. സി എന്ന് പറഞ്ഞ സപ്പോർട്ട് റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ടിലും മൊമെന്റ് ഒന്നും ഡെവലപ്പ് ചെയ്യില്ല. ഇപ്പോൾ എ എന്ന് പറഞ്ഞ സപ്പോർട്ട് ഒരു ഫിക്സഡ് സപ്പോർട്ട് ആയിരുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യും? മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അത് ഓർത്തിരിക്കുക, മൊമെന്റ് വരുന്നത് ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ മൊമെന്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ എൻഡ് സപ്പോർട്ട് നോക്കുക. എൻഡ് സപ്പോർട്ട് റോളർ സപ്പോർട്ടോ ഹിഞ്ചഡ് സപ്പോർട്ടോ ആണെങ്കിൽ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. എൻഡ് സപ്പോർട്ട്, എൻഡ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ബീമിന്റെ എൻഡ് എടുക്കുക. ഇവിടെ എയും സിയും ആണ് എൻഡ്. അപ്പൊ എൻഡ് സപ്പോർട്ട് റോളർ സപ്പോർട്ടോ ഹിഞ്ചഡ് സപ്പോർട്ടോ ആണെങ്കിൽ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ നമുക്ക് എന്താണ്, ഇടയ്ക്ക് ഒരു സപ്പോർട്ട് ഉണ്ട്, ബി എന്നും പറഞ്ഞ സപ്പോർട്ട്. അത് റോളർ സപ്പോർട്ടാണ്. പക്ഷേ ഒരു കണ്ടിന്യൂസ് ബീമിന്റെ ഇടയിൽ വരുന്ന, എൻഡിലല്ല ഇടയിൽ വരുന്ന സപ്പോർട്ട്സിൽ മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. അതും കൂടെ ഓർത്തിരിക്കുക. ഒരു കണ്ടിന്യൂസ് ബീമിനകത്ത് എൻഡ് സപ്പോർട്ട് റോളർ സപ്പോർട്ടോ ഹിഞ്ചഡ് സപ്പോർട്ടോ ആണെങ്കിൽ മൊമെന്റ് 0 ആയിരിക്കും. ഇനി ഒരു കണ്ടിന്യൂസ് ബീമിന്റെ ഇടയിൽ വരുന്ന സപ്പോർട്ട്സുകളെല്ലാം ഏത് സപ്പോർട്ട് ആണെങ്കിലും അവിടെ നമുക്കൊരു മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. അതും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ ഈ തന്നിരിക്കുന്ന സപ്പോർട്ടിനകത്ത് എൻഡ് സപ്പോർട്ട് റോളർ സപ്പോർട്ടും ഹിഞ്ചഡ് സപ്പോർട്ടും ആണ്. അതുകൊണ്ട് മൊമെന്റ് അറ്റ് എയും മൊമെന്റ് അറ്റ് സിയും 0 ആണ്. മൊമെന്റ് അറ്റ് ബി മാത്രമേ ഉണ്ടാവുള്ളൂ. മൊമെന്റ് അറ്റ് ബി. സോ നോക്കിക്കേ, അതാണ് എഴുതിയിരിക്കുന്നത്. എം എയും എം സിയുടെ വാല്യൂ 0 ആണ്, ബിക്കോസ് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സ്. ഇനി എച്ച് എ എച്ച് ബിയുടെ വാല്യൂ 0 കൊടുത്തിരിക്കുന്നു, ബിക്കോസ് അതിനകത്ത് എന്തില്ല? സെറ്റിൽമെന്റ് ഓഫ് സപ്പോർട്ട്സ് ഇല്ല. ഇനി ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫ്ലെക്സുറൽ റിജിഡിറ്റി ഈസ് കോൺസ്റ്റന്റ് എന്നും പറഞ്ഞ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇ ഐ ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് I1 I2 ഈസ് ഈക്വൽ ടു I എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തു. ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ. അപ്പൊ ഇക്വേഷനകത്ത് നമുക്ക് എം എ എന്ന് പറഞ്ഞ ടേം 0 ആയിപ്പോയി, എം സി എന്ന് പറഞ്ഞ ടേമും 0 ആയിപ്പോയി. പിന്നെ ഉള്ളത് എന്തായിരുന്നു? ഈ എം ബി എന്ന് പറഞ്ഞ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടേം എഴുതി 2MB, പിന്നെന്താണ് L1 6ഉം L2 8ഉം ഡിവൈഡഡ് ബൈ I.
ഐ പ്ലസ് പിന്നെ വരുന്നത് നമുക്ക് താണ്ടെ ഈ ടേമാ വരുന്നത്. സോ ഈ ടേമിൽ നിന്ന് 6 രണ്ടിടത്തും കോമൺ ആണ്, ഐയുടെ വാല്യൂം കോമൺ ആണ്. അതുകൊണ്ടാണ് 6 ഡിവൈഡഡ് ബൈ ഐ കോമൺ ആയിട്ട് എടുത്തിട്ട് ബാക്കി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്തു, ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ രണ്ടിടത്തും എന്തുണ്ട്, ഡിനോമിനേറ്ററിൽ ഐ ഉണ്ട്, ആ ഡിനോമിനേറ്ററിൽ ഐ ക്യാൻസൽ ചെയ്ത് പോയി. എന്നിട്ട് നമുക്ക് എം ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എം ബി ഈസ് ഈക്വൽ ടു -260 കിലോ ന്യൂട്ടൺ മീറ്റർ. എം ബി -260 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ നമുക്ക് സെന്റർ പോയിന്റിന്റെ അല്ലെങ്കിൽ സെന്റർ പോയിന്റ് അല്ല, സപ്പോർട്ട് ബിയുടെ മൊമെന്റ് കിട്ടി -260 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ മൈനസ് സൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മീൻ ചെയ്യണം? മൈനസ് സൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആ തന്നിരിക്കുന്ന ബീമില് ബി എന്ന് പറഞ്ഞ പോയിന്റില് ഹോഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. മുകളിലേക്ക് ഹോഗിങ് മൊമെന്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് അവിടെ -260 ആൻസർ വരാൻ കാര്യം. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞതിൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. അതോ എന്തെങ്കിലും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറയാം. എവിടെ മുതലാ ഒന്നും കൂടി പറയണ്ടേ? വൈഷ്ണവ് ആദ്യം മുതൽ പറയണോ? ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ പറയണോ? എന്തോ ഐ കേട്ടില്ല, ഒന്നും കൂടി പറയാമോ? വ്യക്തമാവുന്നില്ല പറയുന്നേ. I1 is equal to ഇവിടം തൊട്ട്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ 3 മൊമെന്റ് തിയറത്തിന്റെ ഇക്വേഷൻ. സോ ആ വലിയ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഈ ഇക്വേഷനകത്ത് നമുക്ക് HAയും HB ഒന്നും വേണ്ട. ബിക്കോസ് എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് സെറ്റിൽമെന്റ് ഒന്നുമില്ല. 3 സപ്പോർട്ട്സും ഒരേ ലെവലിൽ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് HA വാല്യൂ HB വാല്യൂ ഒക്കെ 0 ആയിരിക്കും. HA വാല്യൂ HB വാല്യൂ 0. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഫ്ലെക്സുറൽ റിജിഡിറ്റി ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ EI വാല്യൂ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്. അതാണ്ട് EI ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ EI കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ആകുമ്പോൾ എന്താണ്, നമുക്ക് ഐയുടെ വാല്യൂ ത്രൂ ഔട്ട് ദ ബീം സെയിം ആണ്. അതുകൊണ്ടാണ് നമുക്ക് I1 is equal to I2 is equal to I എന്ന് കൊടുക്കാൻ കാര്യം. I1 is equal to I2 is equal to I because EI is constant throughout the beam എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി MAയും MCയും 0 ആണ് എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ബീമിന്റെ എൻഡ് സപ്പോർട്ടില് റോളർ സപ്പോർട്ടോ ഹിഞ്ചഡ് സപ്പോർട്ടോ വന്നാൽ അതിന്റെ മൊമെന്റ് വാല്യൂ 0 ആയിരിക്കും. അത് വെച്ചിട്ടാണ് MAയും MCയും 0 ആണെന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ വാല്യൂസ് എല്ലാം ക്ലെപ്രയോൺസ് തിയറത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ 3 മൊമെന്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ MA ഫസ്റ്റ് ടേം 0 ആയിപ്പോയി. തേർഡ് ടേം ഇതും 0 ആയിപ്പോയി. പിന്നെ ഈസ് ഈക്വൽ ടു കഴിഞ്ഞ് കിടക്കുന്ന ടേം 0 ആയിപ്പോയി. പിന്നെ ഉള്ളതാണ്ട് ഈ 2MB ആണ്. 2MB L1 by I1 plus L2 by I2. I1ഉം I2ഉം സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് മതി? I എന്ന് പറഞ്ഞ വാല്യൂ മതി. L1 എന്ന് പറഞ്ഞാൽ AB സ്പാൻ ലെങ്ത് ആണ്. L1 എന്ന് പറയുന്നത് AB സ്പാൻ ലെങ്ത് ആണ്. AB സ്പാൻ ലെങ്ത് 6 മീറ്റേഴ്സ് ആയിരുന്നു. പിന്നെ അത് കണക്ക് തന്നെ L2 എന്ന് വെച്ചാൽ BC സ്പാൻ ലെങ്ത് ആയിരുന്നു. BC സ്പാൻ ലെങ്ത് 8 മീറ്റേഴ്സ് ആണ് കിട്ടിയത്. പിന്നെ ഏതാണ്ട് അടുത്ത് MCയുടെ വാല്യൂ 0 ആയി പോയിരുന്നു. ഇനി പിന്നെ ഉള്ളതാണ്ട് ഈ ഒരു ടേം ആണ് 6A1 ക്യാപിറ്റൽ A1 സ്മോൾ a1 ഡിവൈഡഡ് ബൈ I1 L1. അപ്പോൾ ക്യാപിറ്റൽ A1 എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഏരിയ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഫസ്റ്റ് പാർട്ടിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ. സ്മോൾ a1 എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരുന്നു. അപ്പോ
ക്യാപിറ്റൽ A1 താണ്ടെ ക്യാപിറ്റൽ A1ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, ക്യാപിറ്റൽ A2ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി സ്മോൾ A1 സ്മോൾ A2. സ്മോൾ A1 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഫസ്റ്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സെൻട്രോയിഡ്. അപ്പോൾ ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം സിമെട്രിക്കൽ ആണ്. സിമെട്രിക്കൽ ആയതുകൊണ്ടാണ് AB സ്പാൻ ലെങ്ത്തിന്റെ എക്സാക്ട് ഹാഫ്, അതായത് 3 മീറ്റർ A1 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി A2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതും സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ് കിട്ടിയത്. സിമെട്രിക്കൽ ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആയതുകൊണ്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ BC സ്പാൻ ലെങ്ത് അത് 8 മീറ്റർ ആണ്. അതിന്റെ ഹാഫ് ആയിട്ടാണ് A2 എടുത്തിരിക്കുന്നത്. അപ്പോൾ A1 വാല്യൂ 3, A2 വാല്യൂ 4. ഈ ക്യാപിറ്റൽ A1ന്റെ വാല്യൂ 720, ക്യാപിറ്റൽ A2ന്റെ വാല്യൂ 1706.67. സോ ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? MBയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടിടത്തും ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? I ഉണ്ട്. അത് ഇപ്പുറത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് 0 ആയി പോയി. പിന്നെ അവിടുന്ന് MBയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. മൊമെന്റ് അറ്റ് എയും മൊമെന്റ് അറ്റ് ബിയും മൊമെന്റ് അറ്റ് സിയും 0 ആണ്. അപ്പോൾ മൊമെന്റ് അറ്റ് ബി കിട്ടിയിരിക്കുന്നത് -260 കിലോ ന്യൂട്ടൺ മീറ്റർ. മനസ്സിലായോ വൈഷ്ണവ്? ബാക്കി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാമായിരുന്നു. ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുകയാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചിട്ട് പിന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുവാണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇൻഡിറ്റർമിനേറ്റ് ബീം ആണെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത് 2 സ്റ്റെപ്പിലായിരിക്കും എന്നൊക്കെ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ഓർത്തോളുക. ഇൻഡിറ്റർമിനേറ്റ് ബീം ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത് 2 സ്റ്റെപ്പിലായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം ഒരു ബേസ് ലൈൻ വരയ്ക്കും. ഇതാണ് ആ ബേസ് ലൈൻ. ഇനി എന്താ ചെയ്യുന്നത്? ഇത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് വരയ്ക്കാൻ പോകുന്നത്. BMT ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എഴുതിയിട്ട് ആദ്യം ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന ബീമിനെ എന്ത് ചെയ്തു? 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഫ്രീ മൊമെന്റ് ഡയഗ്രാം. അപ്പോ ഇതാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ അത് വരയ്ക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രീ മൊമെന്റ് ഡയഗ്രാം ആദ്യമേ വരയ്ക്കണം. സോ ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? പോസിറ്റീവ് വാല്യൂസ് മുകളിലേക്കും നെഗറ്റീവ് വാല്യൂസ് താഴെയും വരയ്ക്കുക. ഫ്രീ മൊമെന്റ് ഡയഗ്രാം. പോസിറ്റീവ് വാല്യൂസ് മുകളിലാണ് വരയ്ക്കുന്നത്, നെഗറ്റീവ് വാല്യൂസ് താഴെയാണ് വരയ്ക്കുന്നത്. അപ്പൊ ഈ ഡയഗ്രാം എങ്ങനെ കിട്ടി? നമ്മൾ വരച്ച ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഡയഗ്രാം സെയിം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് ഈ വരച്ചിരിക്കുന്നത്. തന്നേക്കുന്ന ബീമിനെ എന്താക്കി സ്പ്ലിറ്റ് ചെയ്തു? തന്നേക്കുന്ന ബീമിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോന്നിന്റെയും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. അത് കമ്പൈൻ ചെയ്ത് വരച്ചു. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു കണ്ടിന്യൂസ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി നമ്മൾ ഇതിന്റെ എൻഡിലെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് എ, സപ്പോർട്ട് ബി ആൻഡ് സപ്പോർട്ട് സി. എ സപ്പോർട്ട്, ബി സപ്പോർട്ട് ആൻഡ് സി സപ്പോർട്ട്. എ, ബി ആൻഡ് സി സപ്പോർട്ടിലെ ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ എൻഡിലെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഈ തന്നിരിക്കുന്ന ബേസ് ലൈനിന്റെ മുകളിൽ നെഗറ്റീവ് വാല്യൂസ് വരണം, താഴെ പോസിറ്റീവ് വാല്യൂസ് വരണം. അത് ഓർത്തിരിക്കുക.
അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ സപ്പോർട്ട്, ബി എന്ന് പറഞ്ഞ സപ്പോർട്ട്, സി എന്ന് പറഞ്ഞ സപ്പോർട്ട്, ആ സപ്പോർട്ടിലെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇതിനകത്തേക്ക് വരയ്ക്കണം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് വരയ്ക്കണം. അപ്പൊ അതിന് നെഗറ്റീവ് വാല്യൂസ് മുകളിൽ കൊടുക്കുക, പോസിറ്റീവ് വാല്യൂസ് താഴെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിരുന്നോ? എം എ വാല്യൂ 0 ആയിട്ടാണ് കിട്ടിയത്, എം സി വാല്യൂ 0 ആയിട്ടാണ് കിട്ടിയത്. എം ബിയുടെ വാല്യൂ മാത്രം എന്ത് വന്നു? -260 വന്നു. അപ്പോ -260. അപ്പൊ -260 എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും വരും. ഈ വാല്യൂ എത്ര കിട്ടിയത്? 180 എന്നായിരുന്നു വാല്യൂ കിട്ടിയത്. 180. ആ വാല്യൂസ് എല്ലാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യണം. ഇവിടെ കിട്ടിയ വാല്യൂസ് 320. ഇത് -260 എന്നാണ് കിട്ടിയത്, -260. അപ്പോ സപ്പോർട്ടിലെ മൊമെന്റിന്റെ ആ ഒരു വാല്യൂ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. സോ ഇതാണ് ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് എ കണ്ടിന്യൂസ് ബീം. ഇനി ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. എങ്ങനെ ഷെയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ, ദാണ്ടെ രണ്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മീറ്റ് ചെയ്യുന്നിടത്ത് ദാണ്ടെ ഈ സ്ട്രെയിറ്റ് ലൈനിന് മുകളിലുള്ള പോർഷൻ ഷെയ്ഡ് ചെയ്യും. അപ്പൊ ഇവിടെ പിന്നെ ദാണ്ടെ ഇവിടെ ഇത്. പിന്നെന്താണ്? ഈ ഒരു പോർഷൻ നമുക്ക് എന്തേ ഉള്ളൂ? ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അതായത് സെന്റർ സപ്പോർട്ടിലെ ബെൻഡിങ് മൊമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതും ഷെയ്ഡ് ചെയ്യണം. സോ ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടിന്യൂസ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നമുക്ക് തന്നിരിക്കുന്ന കണ്ടിന്യൂസ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സർ, 260 എങ്ങനെ വന്നെന്നെങ്കിലും ഒന്നുകൂടി പറയാം. 260 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ. അതല്ല, ഈ ട്രയാങ്കിൾ എങ്ങനെ വന്നു? ട്രയാങ്കിൾ എങ്ങനെ വന്നു എന്നതാ പറയാം. ഈ രണ്ട് പാരബോള വരച്ച ക്ലിയർ ആണോ? പാരബോള രണ്ടെണ്ണം. അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് വരച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ സപ്പോർട്ട് പോയിന്റ്സ് നോക്കണം. നമുക്ക് എ എന്ന് പറഞ്ഞ സപ്പോർട്ട് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് ഉണ്ട്, സി എന്ന് പറഞ്ഞ സപ്പോർട്ട് ഉണ്ട്. അതിനകത്ത് എ എന്ന് പറഞ്ഞ സപ്പോർട്ടിലും സി എന്ന് പറഞ്ഞ സപ്പോർട്ടിലും എന്തില്ല? മൊമെന്റ് ഇല്ല, 0 ആണ്. ഈ ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ മാത്രമേ എന്ത് കിട്ടിയുള്ളൂ? ഒരു 260 വാല്യൂ കിട്ടിയുള്ളൂ. അപ്പോ ആ സപ്പോർട്ടിൽ വരുന്ന മൊമെന്റിന്റെ നെഗറ്റീവ് വാല്യൂസ് എവിടെ കൊടുക്കണം? മുകളിൽ കൊടുക്കണം, പോസിറ്റീവ് വാല്യൂസ് താഴെ കൊടുക്കണം. അപ്പൊ നമ്മൾ ആ 260 മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ന് ആ 260 വരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. പിന്നെ 260 സി വരെ ബെൻഡിങ് മൊമെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു. എന്നിട്ട് റീജിയൻ ഷെയ്ഡ് ചെയ്തു. അപ്പൊ രണ്ട് ബെൻഡിങ് മൊമെന്റും വരുന്നിടത്ത് എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ലൈനിന് മുകളിലുള്ള പോർഷൻ ഷെയ്ഡ് ചെയ്യുക. ഇവിടെ എന്താ? സ്ട്രെയിറ്റ് ലൈനിന് മുകളിലുള്ള പോർഷൻ ഷെയ്ഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യുക? ഈ ബെൻഡിങ് മൊമെന്റ് എം ബി മാത്രം വരുന്ന പോർഷൻ, ഫൈനൽ മൊമെന്റ്, അതായത് സപ്പോർട്ട് മൊമെന്റ് വരുന്ന പോർഷൻ മാത്രം ഷെയ്ഡ് ചെയ്തു. ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഷെയ്ഡഡ് റീജിയൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതങ്ങനെ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. ഇനി നമുക്കിനകത്ത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം കൂടി വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്തെങ്കിലും ഒന്നും കൂടി പറഞ്ഞു തരണമെങ്കിൽ. അപ്പൊ സപ്പോർട്ട് റിയാക്ഷൻ പറയാമോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. സോ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് തന്നിരിക്കുന്ന ബീമിനെ രണ്ട് പാർട്ടാക്കുക. എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് പാർട്ട് എ ബി എന്ന് പറഞ്ഞ പാർട്ട് ഇല്ലേ? ഇതിവിടെ റിയാക്ഷൻ എ, ഇത് റിയാക്ഷൻ B1 എന്ന് കൊടുക്കുക, RB1. അപ്പൊ ഫസ്റ്റ് സ്പാനിന്റെ ലെങ്ത് 6 meters ആയിരുന്നു. 6 meters. ഇതിനകത്തൊരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇനി ഇവിടെ ഉള്ളത് എന്താണ്? സെക്കൻഡ് പാർട്ട് മാർക്ക് ചെയ്യുമ്പോൾ RB2 എന്ന് മാർക്ക് ചെയ്യുക.
RB2, RB2, ഇത് RC, റിയാക്ഷൻ C. പിന്നെ ഇവിടെ എന്തുണ്ട്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. ഈ തന്നിരിക്കുന്ന സ്പാൻ്റെ ലെങ്ത് എന്തായിരുന്നു? 8 meters ആയിരുന്നു. 8 meters. ലോഡിന്റെ വാല്യൂ 40 kilonewton per meter. ഇനി നമുക്കറിയാം, നമുക്ക് ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ എന്തുണ്ടായിരുന്നു? നമുക്കൊരു മൊമെന്റ് കിട്ടിയായിരുന്നു. -260 എന്നുള്ളൊരു മൊമെന്റ് വാല്യൂ ബി സപ്പോർട്ടിൽ കിട്ടി. അപ്പോ മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്തായിരിക്കും കോസ് ചെയ്യുന്നത്? ഹോഗിങ് മൊമെന്റ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ആ 260 കൂടി ഇവിടെ വരയ്ക്കണം. അപ്പോൾ മൊമെന്റ് ഇങ്ങനെ വന്ന് ഇടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബീം ഹോഗ് ചെയ്യുള്ളൂ. ഹോഗിങ് എന്ന് വെച്ചാൽ മുകളിലേക്ക് ബെൻഡ് ചെയ്യുന്നതിനാണ് ഹോഗിങ്. അപ്പൊ അത് കണക്കാൻ ഇവിടെയും വരയ്ക്കുക. ഇവിടെയും ഹോഗ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 260, ഇവിടെയും 260. ഇതാണ് നമ്മൾ വരയ്ക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്, സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. തന്നിരിക്കുന്ന ബീമിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ക്വസ്റ്റിനകത്തുള്ള ലോഡ് കൊടുത്തു. ഇനി ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ എന്തുണ്ടായി? ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നമുക്ക് മൊമെന്റ് ഉണ്ടായി. കിട്ടിയ വാല്യൂ എന്തായിരുന്നു? -260 ആണ്. അപ്പൊ -260 ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിലേക്ക് കൊടുത്തു. -260 ആകുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പൊ ഹോഗിങ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ബീം അപ്വേർഡ് ബെൻഡ് ചെയ്യുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ഫിഗർ അങ്ങനെ വരച്ചിരിക്കുന്നത്. ഹോഗിങ് മൊമെന്റ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ആർ എ വാല്യൂ, RB1 വാല്യൂ, RB2 വാല്യൂ, RC വാല്യൂ, ഇത്രയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പറഞ്ഞ മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് ഈ ഫിഗർ വരയ്ക്കാൻ പറഞ്ഞത് ക്ലിയർ ആണോ? സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫിഗർ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇനി നോക്കിക്കോ. ഇനി ആദ്യം സ്പാൻ എ ബി, ഇതാണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് സ്പാൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻ σV=0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ്. അപ്പൊ σV=0 കൊടുക്കുമ്പോൾ അപ്വേർഡ് ഫോഴ്സ് ആയിട്ടുള്ളത് RA, പിന്നെ എന്താണ് RB1, അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആയിട്ട് എടുത്തു. RA + RB1 മൈനസ് എന്തുണ്ട്? ലോഡ് ഉണ്ട് 40. അതിനെ പോയിന്റ് ഔട്ട് ആക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? 40 × 6 = 0. അപ്പൊ നമുക്ക് RA + RB1 = 240 എന്നൊരു ആൻസർ കിട്ടും. RA + RB1 = 240. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത് എഴുതുന്ന ഇക്വേഷൻ ആണ് സിഗ്മ മൊമെന്റ് അറ്റ് എ. ഇത് എ പോയിന്റ് ആണ്. സിഗ്മ മൊമെന്റ് അറ്റ് എ = 0 എന്നുള്ള ഇക്വേഷൻ. സിഗ്മ MA = 0. അപ്പോൾ സിഗ്മ MA = 0 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് RB1 വാല്യൂ കിട്ടും. RB1 വാല്യൂ. ഇനി സിഗ്മ MB = 0 എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. സം ഓഫ് മൊമെന്റ് അബൌട്ട് B = ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് എന്തുണ്ട്? ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെന്റ് 0 അല്ല. എ എന്ന് പറഞ്ഞ പോയിന്റ് സം ഓഫ് മൊമെന്റ് അബൌട്ട് A = 0 ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെന്റ് 0 ആണ്. പക്ഷേ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെന്റ് 0 അല്ല. എന്തുണ്ട്? അവിടെ ഒരു -260 ഉണ്ട്. അതാണ് സിഗ്മ മൊമെന്റ് അബൌട്ട് B = -260 എന്ന് കൊടുക്കാൻ കാര്യം. അത് പലരും തെറ്റിക്കും. അതുകൊണ്ടാണ് ആ 2 സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സിഗ്മ മൊമെന്റ് അബൌട്ട് B = 0 എന്നല്ല കൊടുക്കേണ്ടത്. സിഗ്മ മൊമെന്റ് അബൌട്ട് B = -260. ഇനി അത് കണക്ക് എന്ത് ചെയ്യുക? ബാക്കി ലോഡിന്റെ ഇത് വെച്ച് മൊമെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ RA വാല്യൂ 163, RA വാല്യൂ 76.67 RB1 വാല്യൂ 163.33 കിട്ടും.
ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? റിയാക്ഷൻ എയും റിയാക്ഷൻ RB1 കിട്ടിയത്, RA വാല്യൂ ആൻഡ് RB1 വാല്യൂ. Yes, sir. സെയിം പ്രൊസീജിയർ തന്നെ എന്ത് ചെയ്യുക, അടുത്ത സ്പാനിൽ കൊടുക്കുക. സ്പാൻ BC അപ്ലൈ ചെയ്യുക. സിഗ്മ B is equal to 0 ചെയ്തു. അപ്പോൾ RB2 plus RC is equal to 40 into 8. ഈ മൊമെന്റ് അബൌട്ട് C is equal to 0 ചെയ്യുമ്പോൾ RB2 കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മൊമെന്റ് അബൌട്ട് B is equal to -260 എന്നുള്ള വാല്യൂ എടുത്താൽ നമുക്ക് RC വാല്യൂ കിട്ടും. അപ്പോൾ RB2 വാല്യൂ 192.5, RC വാല്യൂ 127.5. നമ്മൾ നേരത്തെ പഠിച്ച കണക്ക് തന്നെ, ടോസ് 1 പഠിച്ച കണക്ക് തന്നെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ബെൻഡിങ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ നിങ്ങൾ ഈ RB1 ഈ വാല്യൂസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യാം. നമുക്ക് കിട്ടിയ വാല്യൂസ്, RA വാല്യൂ 76.67, RB1 വാല്യൂ 163.33, ഇനി RB2 വാല്യൂ 192.5, RC വാല്യൂ 127.5 കിലോ ന്യൂട്ടൺ. ഇത്രയും വാല്യൂസ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക, ബേസ് ലൈൻ വരയ്ക്കുക. ബേസ് ലൈനിന്റെ മുകളിലെ വാല്യൂസ് എല്ലാം പോസിറ്റീവ്, താഴത്തെ വാല്യൂസ് എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആണ്. ഇനി നമുക്ക് ആ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഇതാണ് A എന്ന് പറഞ്ഞ പോയിന്റ്, അല്ലെങ്കിൽ A എന്ന് പറഞ്ഞ സപ്പോർട്ട്, ഇതാണ് B എന്ന് പറഞ്ഞ സപ്പോർട്ട്, ഇതാണ് C എന്ന് പറഞ്ഞ സപ്പോർട്ട്. A, B and C സപ്പോർട്ട്സ്. ഇനി ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സോൾവ് ചെയ്ത് വരിക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് സോൾവ് ചെയ്ത് വരിക. ഇപ്പൊ ഞാൻ എന്താണ്ട് A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇതിന്റെ സൈൻ കൺവെൻഷനും കൂടെ ഓർത്തിരിക്കുക. സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഇതാണ്ടേ, ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആയിട്ടാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. ഇതാണ്ടേ ഇങ്ങനെ ക്ലോക്ക് വൈസ് ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സും അതുപോലെ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സും ആണെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ഇനി അതേ കണക്ക് തന്നെ തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴത്തേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് എടുക്കേണ്ടത്. ഈ സൈൻ കൺവെൻഷൻ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം RAയുടെ വാല്യൂ. നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുന്ന ഫിഗർ കാണുന്നുണ്ടായിരുന്നോ? റിട്ടേൺ പേജിൽ തന്നെ സോ ഇതാണ് ആ ഫിഗർ. അതായത് ആദ്യം എന്ത് ചെയ്തു, ഒരു ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈനിന്റെ മുകളിലെ വാല്യൂ പോസിറ്റീവ്, താഴത്തെ വാല്യൂ നെഗറ്റീവ്. പിന്നെ സൈൻ കൺവെൻഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. സൈൻ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. ഈ ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ബീമിന്റെ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം RA നോക്കാം. RAയുടെ വാല്യൂ എത്ര കിട്ടിയത്? RA വാല്യൂ ആരും നോട്ട് ചെയ്തില്ലായിരുന്നോ? 76.67. RA വാല്യൂ 76.67. ആ 76.67 എന്നുള്ള വാല്യൂ എങ്ങോട്ടായിരുന്നു കൊടുത്തിരുന്നത്? അപ്വേർഡ് ആയിട്ടല്ലേ? കാണിച്ചു തരാമെങ്കിൽ RA വാല്യൂ 76.67 and RA വാല്യൂ 76.67 എല്ലാം നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം അപ്വേർഡ് ഫോഴ്സസ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോ RA എന്ന് പറഞ്ഞത് എവിടെയാ വരുന്നത്? ബീമിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് എന്തായിട്ട് എടുക്കണ്ടേ?
RA വാല്യൂ അപ്വേർഡ്സ് ആണ്. ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. നമുക്ക് എത്ര കിട്ടിയ 76.67. ഇനി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അടുത്ത് എന്തായിരിക്കണം എടുക്കേണ്ടത്? RB1 വാല്യൂ ആണ് അടുത്ത് എടുക്കേണ്ടത്. RB2 വാല്യൂ ഒന്നും എടുക്കാൻ പോകരുത്. എന്ന് സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത് എടുക്കേണ്ടത് RB1 വാല്യൂ. RB1 വാല്യൂ എത്ര കിട്ടിയത്? RB1 വാല്യൂ RB 163.33. അപ്പോ RB1 വാല്യൂ എങ്ങനെ, ഫോഴ്സ് എങ്ങനെയാ നോക്കാം. അങ്ങോട്ട് നോക്കിക്കേ. RB1 എന്ന് കൊടുത്തിരിക്കുന്നത് ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആയിട്ടാണ്. നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരുന്നല്ലോ. RB1 എന്ന് പറയുന്നത് ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണ്. ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ ബീമിന്റെ റൈറ്റ് സൈഡിലാണ് അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ RB1 എന്ന് എടുക്കുക, ബേസ് ലൈന് താഴത്തേക്ക് വരയ്ക്കുക. അപ്പോൾ 163.33 163.33. എന്താ നെഗറ്റീവ് സൈൻ വരാൻ കാര്യം? ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. അതാണ് ബേസ് ലൈനിന് താഴത്തേക്ക് 163.33 മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ രണ്ട് ലൈനും തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യുക. ഇനി അടുത്ത RB2 വാല്യൂ നോക്കുക. RB2 വാല്യൂ എത്രയായിരുന്നു? RB2 വാല്യൂ കിട്ടിയത് RB2 വാല്യൂ 192.5. RB2 എന്താണ്? ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണ്. ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ എന്താണ് വരുന്നത്? ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ബേസ് ലൈനിന് മുകളിലേക്ക് വരയ്ക്കുക. ബേസ് ലൈനിന് മുകളിലേക്ക് 192.5. 192.5. ഇനി അടുത്തത് C വാല്യൂ, RC വാല്യൂ. RC വാല്യൂ എങ്ങനെയാ കിട്ടിയിരിക്കുന്നത്? സോ RC വാല്യൂ എന്ന് വെച്ചാൽ ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണ്. ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ്. RCയുടെ വാല്യൂ എത്രയായി കിട്ടിയേ? RC വാല്യൂ 127.5. RC റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണ്. റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ എന്താ കിട്ടുക? സൈൻ കൺവെൻഷൻ നെഗറ്റീവ് ആണ്. റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് എന്താണ്? നെഗറ്റീവ് ആണ്. സോ C എന്ന് താഴത്തേക്ക് വരയ്ക്കുക. 127.5. സോ മുകളിലുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ്, താഴെയുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ്. സോ ഇങ്ങനെയാണ് SFD ഡയഗ്രാം വരയ്ക്കുന്നത്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ ഇത് മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? അതോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ സർ. വൺ സെക്കൻഡ്, ഞാൻ അറ്റൻഡൻസ് എടുത്തോട്ടെ. നമ്പർ 9 പെർമനന്റ് ആബ്സെന്റ് അല്ലേ? യെസ് സർ. നമ്പർ 18 പെർമനന്റ് ആബ്സെന്റ് ആണോ? യെസ് സർ. 18ഉം 20ഉം. Number 30, roll number 30.
റോൾ നമ്പർ 30 ആബ്സെന്റ് ആണോ? അല്ല സാർ ഉണ്ട്. ആരാ അത്? നമ്പർ 3030 ആനി. ശരത് ശരത് നമ്പർ 30യോ? ആ സാർ ആ, സാർ. ശരത്ത് കണ്ടില്ലല്ലോ ഇതിനകത്ത്. So absent is number 9, number 18, number 20, number 30. 9ഉം 18ഉം 20ഉം പെർമനന്റ് ആബ്സെന്റ് ആണല്ലേ? Yes, sir. സോ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് സ്റ്റേ ബാക്ക് ചെയ്ത് ചോദിക്കാം. അതേഴ്സ് ക്യാൻ ലീവ്. താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കണം, ചോദിക്കാതിരിക്കരുത്. താങ്ക് യു സാർ. Thank you, sir. Thank you, sir. Thank you, sir.